തമിഴ്നാട്ടിലെ കരൂറിൽ സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. രാഷ്ട്രീയ നേതാവിനെ കാണാനല്ല വന്നത്, വിജയിയുടെ ഫാൻസാണ് ഇവിടെ വന്നത് എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് വലിയ പ്രതിഷേധവും തമിഴ്നാട്ടിലുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളാണ് കൂടുതൽ മരിച്ചു, സ്ത്രീകൾ മരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികളൊക്കെ രാഷ്ട്രീയം നോക്കി വരുന്നതല്ലല്ലോ, വിജയ് ഫാൻസായിട്ട് വന്നതാണ്. പിന്നെ കുടുംബം വരുമ്പോൾ എല്ലാവരും വരുമായിരിക്കും, തമിഴ്നാടല്ലേ. അച്ഛനും അമ്മയും വരുമ്പോൾ, അപ്പയും അമ്മയും വരുമ്പോൾ മക്കളും കൂടെ വരും. നടനെ കാണാമല്ലോ. അപ്പോൾ സിനിമാ നടനാണ്, വളരെ പ്രശസ്തനായ സിനിമാ നടനല്ലേ. അപ്പോൾ സ്വാഭാവികം, ഇപ്പോൾ സുരേഷ് ഗോപി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഫാമിലിയൊക്കെ പലരും പോയി കാണുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, അതൊരു വേറൊരു ആവേശമാണ് നടനെ കാണുക എന്ന് പറയുന്നത്. എന്തായാലും വളരെ ഗൗരവതരമായ രീതിയിലാണ് തമിഴ്നാട് രാഷ്ട്രീയം കലങ്ങി മറിയുന്നത്. സ്റ്റാലിൻ വളരെ ബുദ്ധിപൂർവ്വം നീങ്ങുകയാണ്. ഒരിക്കലും ഇതൊരു രാഷ്ട്രീയ കേസായി എടുക്കുന്നില്ല സ്റ്റാലിൻ. രാഷ്ട്രീയ നേതാക്കളുടെ പേരിലും വിജയുടെ പേരിൽ ഒരു പൊളിറ്റിക്കൽ കേസ് ചാർജ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, പൊളിറ്റിക്കൽ കേസ് ചാർജ് ചെയ്താൽ അത് വിജയ്ക്ക് മൈലേജ് ആവും. വിജയ് പിടിച്ച് ജയിലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വിജയ് രാജാവാവും. അതുകൊണ്ട് അത് നടക്കുന്നില്ല. അതേസമയം വിജയ് കരൂറിൽ വരുമോ എന്നൊരു ചോദ്യം ഉണ്ട്. വരാനാണ് സാധ്യത. കാരണം ഈ അപകടം നടന്ന സ്ഥലത്ത് വരാനും കാണാനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ വരുമോ എന്നൊരു ചോദ്യവും വളരെ പ്രധാനമാണ്. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ചുകൊണ്ട് വന്ന വിജയിയുടെ ഈ നിലപാടുകൾ പലതരത്തിൽ നമുക്ക് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ചിലപ്പോൾ വിജയ്ക്ക് തന്നെ അത് ഗുണകരമായി മാറിയേക്കാം. ഇപ്പോൾ ഫാൻസായാലും രാഷ്ട്രീയക്കാരായാലും ആരായാലും വിജയ്ക്ക് വലിയ ഗുണം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാരണം, ഇത് ചിലപ്പോൾ ചില രീതിയിൽ തിരിച്ചടിക്കാനും സാധ്യതയുണ്ട്. ഇനി ഇദ്ദേഹം വിളിക്കുന്ന യോഗങ്ങളിൽ, മീറ്റിങ്ങുകളിൽ, സമ്മേളനങ്ങളിൽ വേണ്ടത്ര ആൾ പോകാതിരിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്നാൽ ഭരണകൂടത്തിൻ്റെ, കളക്ടറുടെയും അതുപോലെ ഭരണ സംവിധാനങ്ങളുടെയും പോലീസിൻ്റെയും ഒക്കെ ഒരു മുൻകരുതലെടുക്കലില്ലായ്മ, ഒരു സുരക്ഷിതത്വം നോക്കലില്ലായ്മ ഇവിടെ പ്രശ്നമായിട്ടുണ്ടോ എന്നുള്ളതും തമിഴ്നാട്ടിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും കുഞ്ഞുങ്ങൾ മരിച്ചു പോയതുകൊണ്ട് വലിയ വികാരമാണ് ഇന്ന് തമിഴ്നാട്ടിലിപ്പോൾ ഉള്ളത്. അത് പൊളിറ്റിക്കലായിട്ട് വിജയ്ക്ക് ഗുണം ചെയ്യുമോ, അതോ സ്റ്റാലിൻ ഗോളടിക്കുമോ? ഇതിനിടയിൽ നിശബ്ദമായി നിൽക്കുന്ന BJPയുടെ റോൾ എന്താണ്? ADMK എവിടെയാണ് നിൽക്കുന്നത്? ഇനി വിജയ് ഏതെങ്കിലും സഖ്യകക്ഷിയിലേക്ക് പോകുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു അപകടമാണ് ഇന്നലെ ഉണ്ടായത്. അത് കേവലം ഒരു നടനെ കാണാൻ വന്ന കുറച്ച് പേർ മരിച്ചുപോയ ഒരു അപകടമല്ല. അത് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ മാനങ്ങളെ കീഴ്മേൽ മറിക്കുന്ന പുതിയ ഒരു സംഭവമാണ്. വിജയ് വളരെ പക്വതയുള്ള നേതാവായി മാറും. കാരണം ഇനിയും പരിപാടികൾ വയ്ക്കുമ്പോൾ ആവശ്യമായ സുരക്ഷിതത്വവും ആവശ്യമായ മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ നിലയിൽ വിജയിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ കറുത്ത അധ്യായവുമാണ്, ഒരു പരിധിവരെ നല്ല അധ്യായവുമാണ്. ആളുകൾ മരിച്ചു പോകുമ്പോൾ ദുഃഖം ഉണ്ട്. പക്ഷേ മറ്റൊരാംഗിളിലാണ് നമ്മൾ ഈ വിഷയങ്ങളെ കാണേണ്ടത്. ഇതെല്ലാം മാറുമ്പോൾ 10 ലക്ഷം രൂപ സ്റ്റാലിൻ ഓരോ കുടുംബത്തിന് കൊടുക്കുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയ നേതാവായി വിജയ് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്.